എത്ര ആനയുണ്ട്? ഗുരുവായൂർ കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ ചോദിച്ചത് ആനയെ കാണാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ആനകളെ കാണാനായിട്ട് പോയി. മാതിക്കുട്ടി ആദ്യമായിട്ടാണ് ഇത്രയും ആനയൊക്കെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആനക്കോട്ടലിനകത്തേക്ക് കയറുമ്പം തന്നെ നിറച്ച് മരങ്ങളും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അതിനകത്ത്. പിന്നെ ഈ ആനയുടെ ചങ്ങലയുടെ സൗണ്ട്, ആന പട്ട കൊടിക്കുന്ന സൗണ്ട്, ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും 38 ആനകളാണുള്ളത്. അതിൽ കുറച്ച് ആനകൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്, കാരണം എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. കുട്ടിക്കുറുമ്പന്മാരൊക്കെ ചൂടത്തിങ്ങനെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മതപ്പാടുള്ള ആനകളൊക്കെ അങ്ങ് ദൂരെയായിട്ട് കെട്ടിയിട്ടുണ്ട്. അവരിങ്ങനെ മണ്ണൊക്കെ വാരി എറിഞ്ഞ് കളിക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളെ കയറ്റത്തില്ല. അതങ്ങനെ ആനയൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോൾ പെട്ടെന്നൊരു ആന പട്ടയും കൊണ്ടുവന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. തിരിഞ്ഞിങ്ങോട്ട് നടക്കുമായിരുന്നു പെട്ടെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ആനയുടെ അടുത്തും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നോക്കി ആനയുടെ കളികളൊക്കെ കണ്ടു നിന്നത്. ഇവരുടെ കാര്യമാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. പട്ടയല്ലായിരുന്നു കേട്ടോ, കരിമ്പിൻ്റെ എന്തോ ഇലയാന്ന് തോന്നുന്നു. പാപ്പാനെ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല. ഇവനിങ്ങനെ ചങ്ങലയൊക്കെ ഇട്ട് വലിച്ചു വന്നപ്പം നല്ലപോലെ ഒന്ന് പേടിച്ചു. പക്ഷെ നല്ല അനുസരണയുള്ള ആനയാന്ന് തോന്നുന്നു. പാപ്പാൻ പറയുന്ന പോലെയൊക്കെ കേട്ട് അവൻ അതും എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത്. ആനപ്രേമികൾക്കൊക്കെ പുതിയ ഇഷ്ടമാണ് ഇങ്ങനെ ആനയെ കുളിപ്പിക്കുന്നത് കാണാനായിട്ട്. അതിങ്ങനെ അനങ്ങാണ്ട് കടന്നു കൊടുത്തു. ഞാനും പണ്ടിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മുടെ ഈ കൊതുമ്പൊക്കെ ഇട്ട് ഒരിക്കുമ്പോൾ ഇതിന് വേനെടുക്കൂലേ എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്കതൊരു സുഖമെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ആനക്കൂടോ എന്തോ പറയുന്നത് ഇതിന്, ആനയൊക്കെ മെരുക്കാനായിട്ട്. പിന്നെ ഇവനെയാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത്. ആന നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്, പട്ടയൊക്കെ കഴിച്ച് ഇങ്ങനെ ചെവിയൊക്കെ ആട്ടി. എന്താ രസമല്ലേ. അങ്ങനെ ഇത്രേ ഉള്ളൂ വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ.